ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വഴിക്ക് പോകാൻ ഇറങ്ങിയതാട്ടോ. ഇപ്പോൾ ഇതിന് വോയിസ് ഓവർ കൊടുത്തില്ലെങ്കിൽ എനിക്കിനി ഒരിക്കലും ഇതിന് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല. അപ്പം പിന്നെ വീണ്ടും വീഡിയോകൾ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്ഥിതിയിലാട്ടോ. അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എൻ്റെ മോളുടെ ഒരു സ്പെഷ്യൽ ഡേയ്സാണ്, ഒരു എൻഗേജ്മെൻറ്റ് ഡേയ്സാണ് വരാൻ പോണത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞങ്ങളുടെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കുറേ ദിവസങ്ങളായിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരോടും ആദ്യമായിട്ട് ഞാൻ സോറി കേട്ടോ, വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഓടിയെത്താൻ പറ്റാത്ത സാഹചര്യം ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നവരെ ഞാൻ ഒരു വഴിക്ക് പോകാൻ ഇറങ്ങിയതാട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ തലയിൽ കൂടി ഓടുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളാണ്, പ്രശ്നങ്ങളാണ്, അങ്ങനെയൊക്കെ. സഹായിക്കാൻ ആളുകളില്ല എന്നല്ല കേട്ടോ, സഹായിക്കാൻ കുടുംബക്കാരും കൂട്ടരും ഒക്കെ ഒപ്പം നിൽക്കുന്നുണ്ട്, കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട്. എങ്കിലും നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ കൂടി തന്നെ ചെയ്യുമ്പോഴേ നമുക്കതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഇനി അതിനെപ്പറ്റി ഞാൻ അധികമൊന്നും പറയുന്നില്ല. അപ്പം ആ ഒരു തിരക്കിലൂടെയുള്ള എൻ്റെ കടന്നുപോക്കിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ. അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ചങ്ക് ഫ്രണ്ട്സുകൾക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പരമാവധി കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്, സന്തോഷമാണ്, എൻ്റെ ഫാഷനാണ്. അല്ലെങ്കിൽ ഈ വഴിക്ക് നിന്ന് റോഡ് മധ്യേ നിന്ന് ഞാനൊരു വോയിസ് ഓവർ കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഞാൻ എൻ്റെ വിലമതിക്കാൻ പറ്റാത്തൊരു എൻ്റെ ഒരു ഇതാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഞാൻ ജീവിത സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്തപ്പം എനിക്ക് സൃഷ്ടി എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടാക്കേണ്ടി വന്നതും ബിസിനസ് പരമായിട്ട് എനിക്ക് സാമ്പത്തികമായിട്ട് നമുക്കെല്ലാവർക്കും അതിൻ്റേതായ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ആ ചാനൽ എനിക്ക് മുന്നോട്ട് വെക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതൊന്ന് ക്ലിക്കാകാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ കുറച്ച് അഹോരാത്രം പ്രയത്നിക്കേണ്ടി വന്നു. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ചാനലിൽ കുറച്ച് പോറലുകളൊക്കെ കേൾക്കേണ്ടി വന്നു കേട്ടോ. സ്ഥിരം വീഡിയോ ഇടാൻ പറ്റാതെ ആയിപ്പോയി. അപ്പം എല്ലാവരും പിന്നെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ വീഡിയോ ആയിട്ട് വരുന്നില്ലല്ലോ എന്ന്. ഒന്നും കൊണ്ടുമല്ല, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം ഈ ഒരു മോളുടെ ഒരു സ്പെഷ്യൽ ഡേയ്സും ഇതിൻ്റെ ഉള്ളിൽ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ കുടുംബത്തെയും കുട്ടിയെയും അനുഗ്രഹിക്കണം. നിങ്ങളോട് ഞാൻ പറയാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. വീഡിയോ കണ്ടവർക്കറിയാം, ഒരു സ്പെഷ്യൽ ഡേയ്സ് ഉണ്ട് പറയാം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അതാണ് എൻ്റെ മോളുടെ ഒരു വളയിടിയിൽ ചടങ്ങ്. മാര്യേജ് ഒന്നും ഉടനെ ഇല്ല കേട്ടോ. അപ്പം നല്ലൊരു ആലോചന വന്നപ്പോൾ അങ്ങ് നടത്തിയെന്നേ ഉള്ളൂ. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. വണ്ടി പോകുന്ന സൗണ്ട് ഉണ്ടായിരിക്കും ഇല്ലേ. ഞാൻ പുറത്തേക്ക് പോകാൻ നിൽക്കുക കേട്ടോ. ആ സമയത്താണ് ഞാൻ ഈ വോയിസ് ഓവർ ഇടുന്നതും. വണ്ടി കാത്തു നിൽക്കുന്ന സമയത്താട്ടോ നമുക്ക് ടൗണിലേക്ക് പോകേണ്ടത്. അപ്പം ഇന്നെന്താണെന്നറിയത്തില്ല, ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടായിരിക്കാം. വണ്ടിക്ക് ഭയങ്കര തിരക്കും റോഡിൽ. അപ്പോൾ റോഡ് മധ്യേ നിന്നിട്ടുള്ളൊരു വോയിസ് ഓവറും വീട്ടിൽ നിന്നെടുത്ത കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഞാനും അമ്മയും ഉൾപ്പെട്ട കുറച്ച് വീഡിയോസ്. ആൾക്കാരൊക്കെ എത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പന്തലിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന വിധേനയും ഞാൻ ഉൾക്കൊള്ളിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കൈകൾ എല്ലായിടത്തും എത്തേണ്ടി വരുമ്പോൾ ചിലപ്പോൾ പരിമിതികളുണ്ടാകും, കുറച്ച് കാര്യങ്ങളിലൊക്കെ കുറച്ച് വീഴ്ചകളുണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് കേട്ടോ. അപ്പം എനിക്ക് പറ്റുന്നത്രയും ഞാൻ ഉൾക്കൊള്ളിക്കാം. പന്തലിൻ്റെ പണി മുതൽ എല്ലാം ഞാൻ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം പന്തലിൻ്റെ പണിക്കാരാന്ന് തോന്നുന്നു ഒരു വണ്ടി നിറച്ച് സാധനങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പന്തലിൻ്റെ പണിക്കാരെത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വീഡിയോ എടുക്കാവേ. അപ്പം അങ്ങനെയൊക്കെ അമ്മ രാവിലെ ചായ കുടിക്കുകയാണ്. ഞാൻ കുറച്ച് ഗ്രീൻ ടീ തേനൊഴിച്ച്. ജിമ്മിലൊന്നും പോകാൻ സമയം കിട്ടാത്തതുകൊണ്ട് ജിമ്മിലൊന്നും പോകുന്നില്ല. അപ്പം ജിമ്മിൽ പോകേണ്ടി വന്നാലും ഞാൻ കൊണ്ടേ ക്യാഷ് വെറുതെ കൊടുക്കുക എന്നല്ലാതെ എനിക്ക് ഒരു റെഗുലറായിട്ട് എനിക്കൊരു കാര്യം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം ജിമ്മിലൊന്നും പോകുന്നില്ല. അപ്പം നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ലല്ലോ. ഞാൻ പറഞ്ഞു എൻ്റെ കൈക്ക് ഞെര. അപ്പോൾ അതൊക്കെയാണ്. വണ്ടി വന്നത് നേരെ നമ്മുടെ വീട്ടിലേക്കായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പന്തലുകാർ വന്നതും ഒക്കെ കേട്ടോ. ഇനി പന്തലിടുന്നതുമായിട്ടുള്ളൊക്കെ വീഡിയോ ഞാൻ ഉൾക്കൊള്ളിക്കാം കൂട്ടുകാരെ. അങ്ങനെ ചപ്പാത്തിയാണ് പരത്തുന്നത്. ഇന്നത്തെ വിശേഷം ചപ്പാത്തി പരത്തൽ. അപ്പം വോയിസ് ഓവർ പലവട്ടം മുറിഞ്ഞു പോയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചു. രാവിലെ ചായ എടുക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ കുടിച്ചത് നമ്മുടെ ചിയാ സീഡ് ഇട്ട് കുറച്ച് നാരങ്ങ വെള്ളം, കുറച്ച്
രാവിലെ അതൊന്ന് കഴിച്ചു കേട്ടോ. എല്ലാ ദിവസമൊന്നുമില്ല, പറ്റുന്ന ദിവസമൊക്കെ ചെയ്യാറുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യവും റെഗുലറായിട്ടൊന്നും കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം ജോലിഭാരം മുഴുവൻ തലയിലേറ്റിയ ഒരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ എന്നെക്കൊണ്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇതാ ചായ ബൂസ്റ്റ് ഇട്ട് പിന്നെ ഓരോ കപ്പ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഓടണ്ടേ, നമുക്ക് ഓടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽത്തൊക്കെ ആകണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചായ കൂടി. അപ്പോൾ ബൂസ്റ്റ് ഇട്ട് ഇച്ചിരി കുടിക്കാമെന്ന് വിചാരിച്ചു. ബൂസ്റ്റ് ചായയിലായിട്ട് ഇടുന്നത്. അപ്പോൾ മോൾക്ക് ചായയിൽ വേണ്ടാന്ന് പറഞ്ഞു സ്പെഷ്യലായിട്ട് കുറച്ച് ബൂസ്റ്റ് വേറെ കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് പന്തലുകാർ പോയതുകൊണ്ട് എനിക്കും ടെൻഷനായി. ഞാനിനി അങ്ങാടി പോയിട്ട് വരുന്നോടം വരെ വീട്ടിൽ വെള്ളവും ഒക്കെ ആയിട്ട് അമ്മയൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് വേഗം പോയിട്ട് വരണം. അതിൻ്റെ ഇടയ്ക്ക് ഈ വോയിസ് ഓവറും കൊടുത്ത് തീർക്കണം. അങ്ങനെ ഞാനിതാ വെള്ളം എടുക്കാൻ പോയതാണ് വീഡിയോ കേട്ടോ. വെള്ളം എടുക്കാൻ പോയി വെള്ളം കൊണ്ടുവരുന്നു. അങ്ങനെ ഈ കുടിവെള്ളം ഞാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ, എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കെല്ലാം അറിയാം കേട്ടോ. പിന്നെ ചോറെടുത്ത് വെക്കുന്നു. ഇതൊക്കെയാണ് വീഡിയോ. അപ്പം പിന്നെ പറഞ്ഞു വന്നത് എവിടം വരെയായിരുന്നു, ഞാൻ തന്നെ എന്നെ തന്നെ മറന്നു പോകുന്ന കുറേ കാര്യങ്ങളാട്ടോ. പിന്നെ ചക്കക്കുരു പൊളിക്കുകയാണ്. ചക്കക്കുരു കൊണ്ട് നമുക്കൊരു കറി വയ്ക്കണ്ടേ, ചക്കക്കുരു കറിയും രാവിലത്തെ കേട്ടോ. കുറച്ച് പ്രഭാത കർമ്മങ്ങളാണ്. ചക്കക്കുരു കറിയും പിന്നെ മുട്ടയാണ് കറി വയ്ക്കാൻ. ചപ്പാത്തിയൊക്കെയാണ് ഞാനിന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പോൾ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീട്ടിലേക്ക്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എനിക്ക്, മനസ്സ് നിറച്ചും. അതിനേക്കാളുപരി കുറേ സങ്കടങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മംഗളപരമായിട്ട് നടക്കട്ടെ. ജീവിതത്തിൽ നല്ല നല്ല ലക്ഷ്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഒപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും എന്നെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഈ അവസരത്തിൽ. പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടി ഉണ്ടല്ലേ, ഞാൻ കോഴിയൊക്കെ ഇച്ചിരി ചോറൊക്കെ കൊടുത്താൽ കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ചോറ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പുറം പണികൾ ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു എളുപ്പമുണ്ട് കേട്ടോ കാര്യങ്ങൾ. അപ്പം അങ്ങനെ കോഴിയൊക്കെ പിന്നെ തേങ്ങ പൊളിച്ച് വയ്ക്കുക, ഇതൊക്കെയാണ്. ഇത് 2-3 ദിവസം മുന്നുള്ള കാര്യങ്ങളാണ്. പുറമേ ഒരുക്കി വെച്ച കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ. ഞാനും അമ്മയും കൂടി കല്ല് തല്ലി പൊട്ടിയിട്ട് റോഡിൻ്റെ കാര്യങ്ങൾ ഒരുക്കൽ, പിന്നെ കാട് പിന്നെ മെഷീൻ വെച്ച് വെട്ടിയിരുന്നു, പിന്നെ നമ്മുടെ പന്തലിനുള്ള ഭാഗങ്ങൾ ഒരുക്കൽ, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ ഇതാ തേങ്ങ തല്ലി പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ വെള്ളം ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കേട്ടോ. അപ്പം അമ്മ പറയും നല്ല മധുരം ഉണ്ടെന്ന് കേട്ടോ. അമ്മ കുടിച്ചാലും കുറച്ച് എനിക്ക് തരും കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടലാണ്. ചക്കക്കുരു കറി വയ്ക്കണ്ടേ. പിന്നെ കുറച്ച് ചക്കയും ഉണ്ട് കേട്ടോ. കുറച്ച് ചക്കയും വേവിക്കണം. അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി ഞാൻ ഭാഗം മ്യൂസിക് ഇട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത് നമ്മുടെ പപ്പിക്കുട്ടിയുടെ ഫുഡാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പം ഇത് ചക്കപ്പുഴുക്കിനുള്ള കാര്യങ്ങളാട്ടോ. അപ്പം തുണികളിലൊക്കോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. തുണിയിലൊക്കെയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മ്യൂസിക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പം ഇടയ്ക്ക് ഭാഗങ്ങളിലും മ്യൂസിക്കായിട്ട് വരും. അപ്പം തുണിയിലൊക്കെയാണ്. ഇനി കുറച്ച് മ്യൂസിക്കാവാം. അലക്കിയിട്ടിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പം നമുക്ക് ഇനിയും വേഗം അലക്കി ഇതിലൊക്കെ ഒന്ന് വിരിച്ചിടാം. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് അലക്കി വിരിച്ചിട്ടിട്ട് വരാം കേട്ടോ.
വോയിസ് ഓവർ പല തലങ്ങളിൽ കൂടിയാണ്. ഞാൻ അങ്ങാടി പോയി സാധനം മേടിച്ചുകൊണ്ട് വന്നതിൻ്റെ ഇടയ്ക്ക് അതിൽ കൂടി പോയതുകൊണ്ടാണ് വോയിസ് ഓവർ മ്യൂസിക്കും ഒക്കെ ആക്കി ടൗണിലായിരുന്നു. എങ്ങനെയെങ്കിലും വോയിസ് ഓവർ ചെയ്ത് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂട്ടുകാരെ. അപ്പം ഇതാ മുരിങ്ങക്കോലിട്ട് മുരിങ്ങക്കോല് കോരി വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങക്കോലിൽ പിന്നെ ഇതുണ്ടാവാതിരിക്കാനാണ് കേട്ടോ. മുരിങ്ങക്കോല് അതിനകത്ത് അലുത്ത് പോകാതിരിക്കാനാണ്. ഇനി ഞാനൊരു ചെറിയ മ്യൂസിക് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ ചക്കക്കുരുക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ബ്യൂട്ടി പാർലറിലേക്ക് കേട്ടോ. അപ്പോൾ നേരം നല്ലോണം വൈകുന്നേരമായി, നേരെ ഇരുട്ടാകാൻ പോവുകയാണ്. ബ്യൂട്ടി പാർലറിൽ പോയി അമ്മ ഒന്ന് നിർത്തിക്കാമേ പോയി. അപ്പോൾ ഇതൊക്കെയാണ് ബ്യൂട്ടി പാർലറിൽ പോയി മോളുടെ മുടി സ്ട്രേറ്റ് ചെയ്തു. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. സ്മൂത്തനിങ്, പിന്നെ ബ്ലീച്ചിങ്, എല്ലാവിധ ത്രെഡിങ് ഒക്കെ ഇവിടെ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വേഗം ബ്യൂട്ടി പാർലറിൽ നിന്നൊക്കെ തിരിച്ചു പോന്നു. പിന്നെ ഇത് ഇന്നത്തെ വിശേഷം കേട്ടോ. നമ്മുടെ പന്തലിൻ്റെ എല്ലാവരും വരുന്നുണ്ട്. ഞാൻ മാർക്കറ്റിൽ പോയി, ഞാനും തിരിച്ചു വന്നു കേട്ടോ വേഗം തന്നെ. അപ്പോൾ കുറച്ച് നേരം സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് കേട്ടോ. നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം എല്ലാവരും വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പന്തലിൻ്റെ പണിക്കാർ മാത്രമേ വരുന്നുള്ളൂ. പിന്നെയും 19-ാം തീയതി കേട്ടോ നമ്മുടെ മോളുടെ പരിപാടി. ഇപ്പം പന്തലിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അത് ദിവസങ്ങൾക്ക് കണക്കുണ്ട്. പിന്നെ മുറ്റമൊക്കെ വൃത്തിയാക്കാൻ നമ്മുടെ എല്ലാവർക്കും നല്ല പ്രായമായവരാണ് എങ്കിലും അവർക്ക് ആവുന്ന പോലെ എന്നെ സഹായിക്കാമെന്ന് ഒരുപാട് സന്തോഷം പറഞ്ഞു. വയ്യാതിരിക്കുന്ന ജോലി എടുത്തിരുന്നു. എനിക്ക് തന്നെ ഭയങ്കര വിഷമം തോന്നി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാർ. ഇന്ന് എനിക്ക് മനസ്സിന് ഭയങ്കര ധന്യമായ നിമിഷം കേട്ടോ. അണ്ണാൻ കുഞ്ഞും കന്നാലായതെന്ന് പറഞ്ഞാൽ പ്രായമായ ഇവരും മാത്രമായിരുന്നു എന്നെ സഹായിക്കാൻ എത്തിയവർ. അപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ഒപ്പം നിൽക്കണമെന്നുണ്ട്. പക്ഷേ വീട്ടിലെ അകത്തെ കാര്യങ്ങളും നോക്കണ്ടേ. എവിടെയും ഞാൻ ഓടിയിട്ട് എത്തുന്നുമില്ല. അല്ലെങ്കിലാണെങ്കിൽ നമുക്ക് സമയം, അല്ലെങ്കിലും എനിക്ക് സമയമില്ല ഒന്നിനും. എന്താണെന്നറിയില്ല, എനിക്കൊന്നിനും സമയം തികയാറില്ല കേട്ടോ. അങ്ങനെ ഇതാ പന്തലിൻ്റെ പണിയുണ്ട്. ഇവിടെയാണ് കേട്ടോ, നമ്മൾ മുറ്റത്താണ് സ്റ്റേജ് ഒരുക്കുന്നത്. അവിടെ ആ ഭാഗം നമ്മുടെ വീടിൻ്റെ താഴെ ഭാഗം ആണ് ഫുഡിൻ്റെ ഏരിയ ആയിട്ട് ചെയ്തേക്കുന്നത്.
അപ്പോൾ ഇവിടെയാണ് ഫുഡ്. പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി ആട്ടെ ചെയ്യുന്നത്. ഇവിടെ തന്നെയാണ് നമ്മൾ വെപ്പും ഫുഡ് വിളമ്പുന്നതും ഈ ഒരു ഏരിയയിലാട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ളൂ കൂട്ടുകാരെ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോ